വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ച് രാഹുൽ ഈശ്വർ. ഹണി റോസിന്റെ വസ്ത്രധാരണ മോശമാണെന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നും ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം താൻ അത് അറിഞ്ഞില്ലെന്നും തനിക്ക് തിരിച്ചറിവില്ലെന്നും പറയുന്നതിൽ അർത്ഥമില്ലെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. 24 ന്യൂസിനോടായിരുന്നു രാഹുലിന്റെ പ്രതികരണം. ഒരു സ്ത്രീയോടും ഒരു രീതിയിലും ആഭാസം പറയുന്നതോ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നതോ ഒരു സമൂഹവും അംഗീകരിക്കില്ല. പക്ഷേ അഭിനേത്രി തന്നെയായ ഫറ ഷിബില പറഞ്ഞ അഭിപ്രായവും ഈ കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. ആൺനോട്ടങ്ങളെയും മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യത്തെയും ഇവിടുത്തെ പല ആളുകളും ചൂഷണം ചെയ്യുന്നുണ്ട്. അതിന് മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം അത്തരത്തിൽ നോട്ടങ്ങൾ വന്നുവെന്ന് പറഞ്ഞ് ഇരവാദം പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന സ്ത്രീയായ ഫറ ഷിബില തന്നെ നിലപാട് ഉയർത്തുമ്പോൾ അതും കൂടി ചേർത്ത് വെച്ച് ഈ സംഭവം വായിക്കണം. കുന്തി എന്ന് വിളിക്കുന്നതൊന്നും ഒരു കാലത്തും യോജിക്കാൻ സാധിക്കില്ല. പക്ഷേ മോൺസ്റ്റർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ലാലേട്ടൻ ഇതേ ഡയലോഗ് ഇതേ അഭിനേത്രിയോട് പറയുകയും അതിന് ആൾക്കാർ കൈയടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ ഡയലോഗ് സിനിമയിൽ പറഞ്ഞിട്ട് പ്രതിഫലം മേടിച്ചതിന് ശേഷം തന്റെ ഈ ചെയ്തികൾക്ക് യാതൊരു റിഫ്ലക്ഷൻസും ഉണ്ടാകില്ലെന്ന് ആരും കരുതരുത്. മോശമായി കമന്റ് ചെയ്യരുത്. എന്നാൽ മോശമായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും മനസ്സ് കാണിക്കണം. കണ്ണടച്ച് ഇരുട്ടാക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ ഒരാളെങ്കിലും കരുതാതിരുന്നിട്ടുണ്ടോ ഹണി റോസിന്റെ വസ്ത്രധാരണം ഓവറല്ല എന്ന്? ഫറ ഷിബില ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വന്തം വൾഗർ വീഡിയോ അവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായതാണ്. അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. പക്ഷേ വൾഗർ വസ്ത്രം ധരിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നത് ഇരുട്ടത്താപ്പാണ്. വൾഗറായ വസ്ത്രം ധരിച്ച് അമല പോൾ കോളേജിൽ പോയപ്പോൾ ഓൾ വി ഇമാജിൻ എ ലൈറ്റ് എന്ന സിനിമയിൽ ദിവ്യപ്രഭ അഭിനയിച്ച രംഗങ്ങളും ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരുടെ ഉള്ളിൽ പ്രതികരണമുണ്ടാക്കുമെന്ന തിരിച്ചറിവും നടിമാർക്ക് വേണം. ആൺനോട്ടങ്ങളെ കച്ചവടവൽക്കരിച്ച ശേഷം അത് താൻ അറിഞ്ഞില്ലെന്നും തനിക്ക് തിരിച്ചറിവില്ലെന്നും പറയുന്നതിൽ അർത്ഥമുണ്ട്. മോൺസ്റ്റർ സിനിമയിൽ മോഹൻലാൽ ഹണി റോസിന്റെ ദ്വയാർത്ഥ പ്രയോഗത്തോടെ ഇതേ ഡയലോഗ് കുറെ കൂടി മോശമായി പറയുന്നുണ്ട്. അതിനാൽ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. തീർച്ചയായും ഹണി റോസിന് കേസ് കൊടുക്കാൻ വകുപ്പുണ്ട്. പക്ഷേ ബോച്ചയുടെ വിഷയം ഒരു ക്ഷമയിൽ ഒതുക്കാമായിരുന്നു. പക്ഷേ ഒരു ജാമ്യമില്ലാ കേസിലേക്ക് പോയി, രാഹുൽ ഈശ്വർ പറഞ്ഞു. നടി ഹണി റോസിന്റെ പരാതിയിൽ ഇന്നലെ രാവിലെയാണ് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത്. വയനാട്ടിൽ വെച്ചാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. നടി പരാതി കൊടുത്തതിന് പിന്നാലെ ഒളിവിൽ പോകാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാളെ പോലീസ് തന്ത്രപരമായി കസ്റ്റഡിയിലെടുത്തത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.